എന്തിന്റെ കഥ വേണ്ടത്? അതിന്റെ ഞാൻ പറഞ്ഞതിന്റെ ഏതാ? ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടന്റെ കഥ അല്ലേ? പണ്ട് പണ്ട് ഒരു കാടിന്റെ അടുത്ത് ഒരു അടിപൊളി വീടുണ്ടായിരുന്നട്ടാ. ഓടിട്ട വീട്, മേലക്കൊന്നും റൂമൊന്നും ഇല്ലട്ടാ. ചെറിയ മുറ്റത്തൊക്കെ നല്ല ചരലും ഇല്ല മണലും ഇല്ലാത്ത നല്ല മിനുസമുള്ളൊരു മണ്ണ്. പിന്നെ മുറ്റത്തൊക്കെ നല്ല ചെടികൾ, എത്ര പൂരം പൂക്കളാണോ ആ പൂക്കളൊക്കെ ആയിട്ട് ഒരുപാട് വിരിഞ്ഞിക്കണ ഒരു വീട് കിട്ടാം. എന്നിട്ട് ഈ കവുങ്ങിന്റെ ഇതുണ്ടല്ലോ, കൊമ്പൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് കവുങ്ങിന് മുറിച്ചിട്ട് ഇങ്ങനെ വേലികളെ പോലെ ഇങ്ങനെ കുറെ കെട്ടിക്കൊണ്ടാ. അത് അടിപൊളി, കാണുമ്പോ തന്നെ ആൾക്ക് ഭയങ്കര രസം തോന്നും. അതിന്റെ തൊട്ടടുത്ത് കാട്, ഒരു വലിയ കാടാട്ടോ അതിന്റെ അടുത്ത്. എന്നിട്ട് അവിടെ ഉണ്ണിക്കുട്ടനും അവന്റെ അമ്മയും മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ കേട്ടാ. ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ഇങ്ങനെ വിട്ടു വരാട്ടാ, ഇങ്ങനെ ബാഗൊക്കെ ഇങ്ങനെ വീശിട്ട് ഇങ്ങനെ വരാട്ടാ. അപ്പൊ വീടിന്റെ അടുത്ത് എത്തിക്കൊണ്ട് നല്ല പൊരിക്കടിന്റെ സ്മെല്ല് കിട്ടാ. നമ്മളൊക്കെ സ്കൂളിൽ വരുമ്പോ വീട്ടിൽ നിന്നൊക്കെ സ്മെല്ല് വന്നാൽ ഭയങ്കര സന്തോഷല്ലേ. ഇവന് വേഗം ബാഗൊക്കെ മുന്നേരത്ത് കൂടി ഇടാതെ ബാക്കിൽ കൂടി ഓടി വന്ന് അടുക്കളന്റെ ഭാഗത്തേക്ക് നേരിട്ട് ഓടി വന്നിട്ടാ. എന്നിട്ട് പിന്നെ അമ്മേന്ന് എന്താ ഉണ്ടാക്കണ, നല്ല സ്മെല്ലുണ്ടല്ലോ പറയട്ടാ. കുളിച്ചിട്ടേ തരുള്ളൂ, നെയ്യപ്പം ചൂടുക അമ്മ എന്ന് പറയട്ടാ. അപ്പോ നെയ്യപ്പം അടുക്കളയിലെ അമ്മ ഇങ്ങനെ ശരിക്ക് പോകും, നല്ല മുരത്ത നെയ്യപ്പൊക്കെ ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ ഓട്ടപാത്രത്തൊക്കെ ഇങ്ങനെ ഇടുകട്ടാ, എണ്ണക്കെ ഒഴിഞ്ഞ് പോകാൻ വേണ്ടിട്ട്. അത് അമ്മ എനിക്കൊന്നും ചോദിച്ചു തരില്ല, കുളിച്ച് ഫ്രഷ് ആയിട്ട് പോയെങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അവന് അമ്മ പിന്നെ ചട്ടൊക്കെ എടുത്തിട്ട് അടുത്ത കോരിന്റെ കോരാൻ നേരത്ത് അമ്മന്റെ കണ്ണ് വെട്ടിച്ച് നെയ്യപ്പെടുത്തിട്ട് ഒന്നൊറ്റ ഓട്ടം ഓടിയിട്ടാ. ഒറ്റ ഓട്ടം ഓടി. അമ്മ നിനക്കൊന്ന് വെച്ചിട്ടുണ്ടാ, പറഞ്ഞത് കേൾക്കില്ല എന്നിട്ട്. എന്നിട്ട് ഇവൻ പുറത്തു പോയിട്ട് നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ ഫുള്ള് കടിക്കാത്ത ചെറിയ കഷ്ണൊക്കെ എന്നെ കടിച്ചിട്ട് ഇങ്ങനെ ചാടി കളിച്ചാണ് നോക്കട്ടാ. അപ്പൊ ഇത് നോക്കിയിട്ട് ഒരു കാക്ക ഇങ്ങനെ പതുക്കെ നിൽക്കുന്നുണ്ട്. ഇവനെ ഗമ കണ്ടപ്പോ കാക്ക പറന്ന് വന്നിട്ട് കൊത്തി എടുത്തിട്ട് ഒരൊറ്റ പറക്കൽ പറന്നിട്ടാ. അപ്പൊ നെയ്യപ്പം പോയി, അയ്യോ നെയ്യപ്പം പോയി എന്റെ കാര്യമായിട്ട് അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മ പറഞ്ഞത് കേൾക്കണം, അമ്മ പറഞ്ഞത് കേൾക്കാതെ നടന്ന ഇങ്ങനെ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അമ്മ പറഞ്ഞ കേൾക്കണം കേട്ടോ. എന്നിട്ട് എന്താ, ഈ കാക്കക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാക്ക ഈ നെയ്യപ്പം എടുത്തിട്ട് കുറച്ച് കാടിന്റെ ഉള്ളിലേക്ക് പറന്നുപോയി. എന്നിട്ട് നെയ്യപ്പം കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ ചാടി കളിക്കട്ടോ. ഇതൊരു കുറുക്കന് മണം പിടിച്ചു വന്നിട്ടോ. കുറുക്കൻ നോക്കിയിട്ട് നെയ്യപ്പം കിട്ടാൻ എന്താ വഴി ഇങ്ങനെ ആലോചിച്ചിരിക്കുക. കുറുക്കൻക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയല്ലേ, ഭയങ്കര സൂത്രശാലി. കുറുക്കൻ പറഞ്ഞു, കാക്കേ നിന്റെ പാട്ട് കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്, എന്ത് ഈ ഈണത്തിലാണ് നീ പാടുന്ന, ഒന്നുകൂടി പാടുക. അപ്പൊ കാക്ക തലാട്ടിട്ട് പാടില്ല കേട്ടോ. പാടോ, എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ്, എന്ത് രസം നിന്റെ പാട്ട്. കാക്കക്ക് ഭയങ്കര ഗമായി, എന്റെ പാട്ട് ഭയങ്കര രസമാണല്ലേ എന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് ഇപ്പൊ കാക്ക എന്ത് ചെയ്ത് ഭയങ്കര മുടിയൊക്കെ ഇങ്ങനെ കേളി ആക്കിയിട്ട് എന്നൊക്കെ ഇന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അറിയിട്ടാ. കാക്ക ഭയങ്കര ഗമയിൽ എന്ത് ചെയ്ത് പാടിട്ടോ. അപ്പൊ തന്നെ കാക്കന്റെ വായന്ന് എന്ത് ചെയ്തു, നെയ്യപ്പം താഴത്തേക്കാണ് വീണ്. അത് എടുത്തിട്ട് കൂർക്ക ഓടിന്ന് എടുത്തിട്ട് ഒരൊറ്റ പറക്കലുണ്ട് പറന്നു. കുറുക്കെടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടിയിട്ട് ഭയങ്കര ഓട്ടം. കാക്ക അന്തം വിട്ടത്, എന്തപ്പ ഉണ്ടായത് എങ്ങനെ ആലോചിച്ച് നിൽക്കട്ട. അപ്പൊ എന്തുണ്ടായത്, ഒരാള് നമ്മളെങ്ങനെ ഭയങ്കര മൂച്ചിമ്മ കയറ്റും. ഇങ്ങനെ കാണാൻ എന്ത് രസാണ്, നിന്റെ പാട്ട് എന്ത് രസാണ്. അപ്പൊ അതിൽ നമ്മൾ വീഴാൻ പാടില്ല. അതില് വീണപ്പോ കാക്കക്ക് എന്ത് ചെയ്ത്, നെയ്യപ്പോ പോയി. ഇതാണ് പിന്നെ ഒരാളെ പറ്റിച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല, നമുക്ക് കയ്യിലുണ്ടാവില്ല. നമ്മള് ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചല്ലേ ആര്, കാക്ക. അതുകൊണ്ട് അവന്റെ കയ്യിലത് ഇരുന്നില്ല. അമ്മ പറഞ്ഞത് കേൾക്കാതെ നെയ്യപ്പം തട്ടി എടുത്തുകാണ്ട് കട്ടുകൊണ്ട് ആര് ഓടി, ഉണ്ണിക്കുട്ടൻ ഓടി. അപ്പൊ അമ്മ പറഞ്ഞ കേൾക്കാത്തോണ്ട് ഉണ്ണിക്കുട്ടന് എന്ത് കിട്ടിയില്ല, നെയ്യപ്പം കിട്ടിയില്ല, അതും പോയി. അങ്ങനെ അമ്മ പറഞ്ഞത് കേൾക്കണം. അതുപോലെ തന്നെ ഒരാളെ പറ്റിച്ചിട്ടൊന്നും നിൽക്കരുത്. ആരെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ പൊക്കി പോരാണെങ്കിൽ അതിന്റെ കൂടെ ഇങ്ങനെ ഞാനാരാ മോള് അതിന്റെ നിൽക്കും ചെയ്യരുത്. മനസ്സിലായ? ഇഷ്ടായല്ലോ? ഞാൻ അടുത്ത നാളെ. ബൈ ബൈ.